ഗായ്സ്, ഇപ്പം ഞാനും ജൈവക്കുട്ടിയും റിച്ചും കൂടി ഒന്ന് പുറത്തേക്ക് പോവാണ് ഗായ്സ്. വീട്ടിലിരുന്ന് മടുത്തു ഗായ്. ഫ്രണ്ടിൽ ഇതാ നമ്മളിതാ പപ്പനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പൂക്കളെല്ലാം പറിച്ച് താഴേക്ക് ഇടുന്ന നോക്കി എനിക്ക് അത് പറക്കുന്ന റോട്ടും അത് എന്താ ചെയ്യാല്ലേ. ഇവിടെ വാ, പൂ പറിച്ചു. അയ്യോ, ഇവ പൂ പറിച്ചതല്ല എന്റെ മേത്തിടാനാണ് ഗായ്. അതെന്തായാലും ഉമ്മാമടുത്ത് കിട്ടും, കാരണം ഉമ്മാമ അങ്ങനെ വളർത്തുന്ന ഒരു പറിക്കാൻ പാടില്ല. പക്ഷെ അല്ലാത്ത സമയത്ത് പറിച്ചിട്ട് ചാടുന്നതിലും അപ്പൊ എല്ലാ പൂ പറിച്ചിട്ടുണ്ട് ഉമ്മാമ കണ്ടിട്ടുണ്ടോ. പിന്നെന്തോ പറയാൻ പോയി പറിച്ചു മറന്നുപോയി. എന്റെ കൈ ഇതുവരെ ഒരു കിളിയും വന്നില്ല ഗായ്, സത്യമായിട്ട് വന്നില്ല. എത്ര നാളായിന്നറിയോ ഞാൻ ഇത് വയനാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട്. ഇതുവരെ ഒരു കിളി പോലും വന്നത് ഞാൻ കണ്ടില്ല. ഈ മാറ്റി പിടിച്ചിട്ട് വേറെ എവിടെ നിന്നല്ല കേട്ടോ പോകുന്നത്, നേരെ പോകുന്നത് എൻ്റെ വീടെടുക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. ജസ്റ്റ് നമ്മളൊരു ചർച്ച നടത്തി, അതായത് ഭാവിയിലെ കാര്യങ്ങളെല്ലാം ഒന്ന് ഇങ്ങനെ സംസാരിച്ച്, അതായത് വീട് എങ്ങനെ വേണം, വീട്ടിലെന്തൊക്കെ വേണം, ഒന്നും എന്താ പറയുക, ആഗ്രഹങ്ങൾ നമുക്ക് സംസാരിച്ച് തീർക്കാമല്ലോ. പടച്ചോനല്ലേ ബാക്കി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ നമുക്ക് കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കൊരോളം കിട്ടും കേട്ടോ. അൽഹംദുലില്ലാ, അങ്ങനെയാണ് ഞാൻ ഇത്രയും വർഷം വാടകയ്ക്ക് താമസിച്ച് ചെറിയൊരു സ്ഥലം വാങ്ങിയിട്ട് അവിടെ വീടെടുക്കാൻ വേണ്ടിയിട്ട് പ്ലാനാക്കുക. ഇൻഷാ അല്ലാഹ് എന്നെപ്പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും ഇനിയും വീടും സ്ഥലം ഒന്നും ഇല്ലാത്ത എല്ലാവർക്കും പഠിച്ചവൻ ഇത്രയും പെട്ടെന്ന് എല്ലാം ആക്കിത്തരട്ടെ ദുആ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീടെന്ന സങ്കല്പം ശരിക്കും പറഞ്ഞാൽ അത് ഒരിക്കലും മനുഷ്യന്മാരായാൽ അത് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഇല്ല കേട്ടോ. കാരണം നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പഠിച്ചവനായിട്ട് നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അൽഹംദുലില്ലാ. അപ്പോൾ വീടെടുക്കണം, പ്ലാനെല്ലാം റെഡി ആയിട്ടുണ്ട്. മക്കളെ സേഫ് ആക്കിയിട്ട് വെക്കണമല്ലോ, അതാണ് ഏതൊരു പാരൻസും ആഗ്രഹിക്കുന്നത്. നമ്മൾ മക്കളൊന്ന് സേഫ് ആക്കിയിട്ട് വെക്കണം എന്നുള്ള രീതിയാട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സംഭവം തന്നെ അവിടെ വെയിലും മഴയും കാറ്റും ഒന്നും കയറാത്തൊരു വീടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്ത് തരാനുള്ള തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, ജസ്റ്റ് വെറുതെ ഒന്ന് വന്ന് നോക്കിയതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വ്ളോഗിൽ കാണുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും, ബൈ കാണാം കേട്ടോ. പിന്നെ വീഡിയോസ് കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ഒരുപാട് വിശേഷങ്ങളുണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസിൽ ഇടയ്ക്കിടയ്ക്ക് ഇടാവുന്നതാണ്, കാരണം ഇപ്പോൾ എൻ്റെ കൈക്ക് സുഖമില്ലാത്ത സമയമായതുകൊണ്ട് ഫോണിൽ ഇവിടെ കുറച്ച് ഇതുണ്ട്, എങ്കിലും ഓക്കെ ബെറ്ററായിട്ട് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കും കൂടി കാണിക്കണമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും എന്താ പറയുക കമൻറ്റിലൂടെ എല്ലാ കാര്യങ്ങളും അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.